ട്രിവാൻഡ്രം ടു മധുര 1 ഡേ ട്രിപ്പല്ല, ജസ്റ്റ് 12 hours ട്രിപ്പ്. രാവിലെ 5 മണിക്ക് തിരിച്ചു. ഞങ്ങൾ ഇന്ത്യയിലെ ദ ലാർജസ്റ്റ് ഓപ്പറേഷണൽ ഓൺ ഷോർ വിൻഡ് ഫെസിലിറ്റി ആയിട്ടുള്ള മുപ്പന്തൽ വിൻഡ് ഫാമിൻ്റെ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. കന്യാകുമാരി തിരുനെൽവേലി ബാംഗ്ലൂർ ബൈപ്പാസിൻ്റെ ഒരു എൻട്രൻസ് പോർഷനാണ്. അത് വന്ന് കയറുന്ന നാറുവലി വന്ന് കയറുന്ന പോർഷനാണ്. അവിടെ നിന്ന് ഞങ്ങൾ സെക്കൻഡ് ഹോൾട്ട് എടുത്ത് 157 കിലോമീറ്റർ തിരുനെൽവേലി ടൗൺ കഴിഞ്ഞിട്ടുള്ള ഈ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി ഷൂട്ട് ചെയ്തൊരു സ്പോട്ടാണ്. ഇത് ബാംഗ്ലൂർ ബൈപ്പാസാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നല്ലൊരു സ്പോട്ടാണ്. പക്ഷേ സൺറൈസിൻ്റെ ടൈം വന്നത് കുറച്ചുകൂടി ആയേനെ. 7 മണി ആയതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അടുത്ത മധുര ഹോൾട്ട് എടുക്കാൻ വേണ്ടി ഞങ്ങളിവിടെ തിരിക്കുകയാണ്. ജിയോ പമ്പിൽ നിന്ന് പ്രീമിയം പെട്രോളും അടിച്ചു. അവിടെ നിന്ന് നെക്സ്റ്റ് ഹോൾട്ട് മധുര. അതിൽ ആറുപട വീട്ടിലെ തിരുപ്പുറം കുണ്ടം എന്ന് പറയുന്ന ഒരു ടെമ്പിളുണ്ട്. മരുകണ്ട പഴനി തിരുച്ചെന്തൂർ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ടെമ്പിളിലാണ് ഇപ്പോൾ അവിടെ നിന്ന് തൊഴുതിട്ട് ഞങ്ങൾ നേരെ പോയിട്ട് നായക്ക പാലസിലേക്കാണ്. അവിടെ നിന്ന് ഹാർഡ്ലി 11 കിലോമീറ്റേഴ്സ്. ബട്ട് ഇൻസൈഡ് മധുര സിറ്റിയിലെ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ്. ട്രാഫിക് ആൻഡ് അതർ കൈൻഡ് ഓഫ് തിങ്സ്. ഈ ടൈമിൽ ചൂടും കൂടി കുറച്ച് പ്രോബ്ലം ആയിരുന്നു. അത് മാത്രമേ ഞങ്ങൾക്ക് പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. പക്ഷേ അല്ലാതെ വേറെ ഇഷ്യൂ ഒന്നുമില്ല. മനോഹരമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈല്. ഈ ഒരു നായ്ക്കർ പാലസിൽ ആകെ കാണാനുള്ളത് ഈ ഒരു ഹോൾ പോലത്തെ ഈ ഔട്ടർ സ്കേർട്ടിലായിട്ടുള്ള ഈ ഒരു ഡിസൈൻസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ വലിയൊരു വാസ്റ്റ് ഏരിയ ഒന്നുമില്ല. ഇതൊരു വലിയൊരു ഏരിയ ആണ്, പക്ഷേ അത്രയും ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ കുമാർ മെസ് മധുരയിൽ വൺ ഓഫ് ദി ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിൽ ഒന്നാണ്. 4-5 ഫ്രാഞ്ചൈസീസ് ഉണ്ട് അവർക്ക് മധുരയിൽ തന്നെ. അവിടെ പല വെറൈറ്റീസ് ഉണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തത് മട്ടൻ്റെ കോള, മട്ടൻ ബിരിയാണി, മട്ടൻ ചുക്ക ആൻഡ് ക്രാബ് ഓംലേറ്റ്. അത് മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നിങ്ങൾ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ക്രാബിൻ്റെ ഓംലേറ്റ്. അതിൻ്റെ ക്രാബിൻ്റെ തന്നെ ഫ്ലഷും വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കിട്ടും. ഞങ്ങളത് ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ ലാസ്റ്റ് റൈസും രസവും കൂടി കൂട്ടി കംപ്ലീറ്റ് ആക്കി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ അടുത്തത് ഫേമസ് ചിരുന്തണ്ട. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു, നല്ല ക്യൂ ആയിരുന്നു. കുട്ടു അവിടെ പോയി അടിച്ച് പൊളിച്ച് അത് വാങ്ങിച്ചിട്ട് വരുമെന്ന് പറഞ്ഞ് ചലഞ്ച് എടുത്ത് പോയിട്ടുണ്ട്. ക്യൂവും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഓർഗനൈസ്ഡ് ഒന്നുമല്ല. സോ നമ്മൾ പുഷ് ചെയ്ത് കയറുന്നതനുസരിച്ച് നമുക്ക് അതിനുള്ള സ്പേസ് കിട്ടും. സക്സസ്ഫുള്ളി കുട്ടു നമ്മുടെ സ്പെഷ്യൽ ചിരുതണ്ട അവൻ ഫൈനലി അവൻ വിൻ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അല്ല ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. ഇത് ഫേമസ് ചിരുതൻ്റെ തന്നെ ട്രൈ ചെയ്യണം. ഒരുപാട് സ്പോട്ടുകളുണ്ട്, പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാകണമെങ്കിൽ ഒറിജിനൽ സ്പോട്ടിൽ പോയാലും മനസ്സിലാവുള്ളൂ. ഞങ്ങൾ തിരിച്ച് 5 മണിക്ക് മുമ്പ് തിരിച്ച് ട്രിവാൻഡ്രം എത്തി. എന്ത് നേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം കിട്ടിയ എക്സ്പീരിയൻസ്, ആ ദിവസം കണ്ടുമുട്ടിയ ആൾക്കാർ, ആ ദിവസം ഞങ്ങൾക്ക് കിട്ടിയ പീസ് ഓഫ് മൈൻഡ്, ആ ട്രാവലിന് കിട്ടിയ സന്തോഷം. ട്രാവൽ ചെയ്ത് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നൊരു സത്യം. ബൈ.